ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എൻ്റെ ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനും മോളും കൂടെ ചെറിയൊരു പ്ലാനിങ്ങിലൊക്കെയാണ്, എക്സാമൊക്കെയാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് പെയിൻറ്റിങ് പഠിക്കാനുള്ളത് എന്നൊക്കെ അവളോടൊന്ന് ചോദിച്ച് അവളെ പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചെറുപയർ കറിയുമാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം ഞാനും ശ്രീയും കൂടിയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ഈ ചപ്പാത്തി പരത്തുന്ന ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ഇതും ഒരു നല്ല സാധനമാണ്. ഇതൊരു സിലിക്കോൺ ഷീറ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുന്നതായിരിക്കും. എങ്കിലും ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ജോവർ അടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പൊതുവേ മില്ലറ്റ്സ് ആണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ മോളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കിടന്നു. അപ്പം ഞാനിവിടെ ഇങ്ങനെ പച്ചമുളകൊക്കെ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ വെച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ഞെടുപ്പൊക്കെ കളഞ്ഞ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ കുറച്ച് നാൾ ഇത് കേടാവാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ പാത്രം കഴുകലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇപ്പോൾ ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് അത് ഉപയോഗിച്ചിട്ടാണ് പാത്രമൊക്കെ കഴുകുന്നത്. വേനൽക്കാലമൊക്കെ അല്ലേ, അപ്പം കുറച്ച് വെള്ളമൊക്കെ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ട് ഇന്ന് മോൾക്ക് ഡാൻസ് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ അടുത്ത് ഒരു കേരള വൈബൊക്കെ ഉള്ള ഒരു അമ്പലം എന്ന് പറയുന്നത് HAL അയ്യപ്പ ടെമ്പിളാണ്. ബാംഗ്ലൂരുള്ളവർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി തൊഴുതു. പിന്നെ തിരിച്ചു വരുന്ന വഴി ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായ A2Bയിൽ കയറി. അവിടെ ഞങ്ങൾ മെനു ഒക്കെ നോക്കി വലിയ ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവിടെ എല്ലാ ഐറ്റംസും ഒന്നും ഉണ്ടായിരുന്നില്ല, ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം. അങ്ങനെ ഞങ്ങൾ സാൻഡ്വിച്ചും ചാറ്റ്സും ഒക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഈ യുദ്ധമൊക്കെ കാരണം എന്തൊക്കെയാവുമോ എന്തോ. എന്തായാലും അങ്ങനെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.